ടി.ജി. മോഹൻദാസിനെതിരെ പ്രതിഷേധിച്ച DYFI പ്രവർത്തകർക്കെതിരെ കേസ്. അതുപോലെ തന്നെ വേടൻ പരിപാടി നടത്തിയിരുന്നു, പ്രതിഷേധം അറിയിച്ചിരുന്നു, അതിനെതിരെയും കേസുണ്ട്. കാരണം ഈ തെരുവിൽ ടി.ജി. മോഹൻദാസിനെതിരെ പ്രതിഷേധിക്കാൻ DYFI മാത്രമേ ഉള്ളൂ. കാരണം മറ്റ് ABVPയോ അതേപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും സംഘടനകളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം അങ്ങനെ വന്നായിരുന്നെങ്കിൽ അവർക്കെതിരെയും കേസ് വരും. കാരണം അവർക്ക് അങ്ങനെ വരാനും പറ്റത്തില്ല. ഈ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച് അവരുടെ നീതി നേടിയെടുത്തപ്പോൾ അതിനെതിരെ കുറേ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയിട്ട് കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ മറ്റേ പൊന്നാട അണിയിക്കലും ഹാരം ചാർത്തലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എന്തെങ്കിലും ഈ മോഹൻദാസിനെതിരെ പറയാമായിരുന്നു. കാരണം പത്മശ്രീ പുരസ്കാരം കിട്ടുന്ന രീതിയിലുള്ള വാക്കല്ലേ മോഹൻദാസിൻ്റെ ആ വായിന്ന് വന്നത്. ബലാത്സംഗം കൊടുക്കുന്ന സ്ത്രീകൾ കൊന്നു തള്ളണം, വെടിവെച്ച് വീഴ്ത്തിക്കളയണം എന്നുള്ള നല്ല അപ്പോഴേ സംഖ്യകൾ അവർ തള്ളി. അയാളെ നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നവർ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇത്രയും മനസ്സിനകത്ത് ഇത്രയും മൃഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു അഭിഭാഷകനാകാൻ കഴിയുക? അത് ഇദ്ദേഹം താമസിക്കുന്ന നാട്ടിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള അദ്ദേഹത്തിന് പരിസരത്തുള്ള ആളുകൾ ഇദ്ദേഹത്തിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് കരുതി വെക്കണം. കാരണം ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടെ അവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. പ്രതിഷേധിക്കണോടോ, പ്രതിഷേധിക്കണം. രാഷ്ട്രീയത്തിനപ്പുറം ഒരാൾക്ക് അത് തെറ്റാണെന്ന് കണ്ടാൽ, അതിനി ഏത് സംഘടനയാണെങ്കിലും ഇനി അത് വീട്ടിലുള്ളവരാണെങ്കിലും തെറ്റാണെന്ന് കണ്ടാൽ അതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം. ഇപ്പോൾ ടി.ജി. മോഹൻദാസ് അദ്ദേഹത്തിന് കിട്ടിയ അറിവിനകത്തുനിന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കാം. എന്നാലും ഇതിനെതിരെയൊക്കെ കേസെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ജന്തർ മന്ദറിൽ പോയി അവിടുത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് ചെന്നിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാര്യങ്ങളിലൊന്ന് ഇടപെട്ട് കേസുകളൊക്കെ എടുക്കുമ്പോഴൊന്ന് സംസാരിക്കാം, അതിനെതിരെ പ്രവർത്തിക്കാം. ജനാധിപത്യം ജയിക്കട്ടെ, ഇതേപോലുള്ള ചെറ്റകളൊക്കെ നശിക്കട്ടെ, അല്ലാതെ എന്ത് പറയാൻ.